കേരളത്തിൽ ലഹരിമരുന്ന് മാഫിയകൾക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അതീവ ഗുരുതരമായ ഒരു തീക്കളിക്ക് തന്നെയാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. കാരണം സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത വിധം ലഹരി ശൃംഖലകളെ വേരോടെ പിഴുതെറിയാൻ ലക്ഷ്യമിട്ട് ആഭ്യന്തര വകുപ്പ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ എന്ന വമ്പൻ പദ്ധതി നാടൊട്ടുക്കും അതിശക്തമായി മുന്നേറുകയാണ്, ആഞ്ഞു വീശുകയാണ്. ഓർക്കുക, കേവലം താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ചെറിയ കാരിയർമാരെയോ വെറും വിതരണക്കാരെയോ മാത്രം പിടികൂടി കേസ് ഫയലുകൾ മടക്കി അവസാനിപ്പിക്കുന്ന മുൻകാല രീതികളിൽ നിന്നും വളരെ വിഭിന്നമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. മയക്കുമരുന്ന് ശൃംഖലയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വൻകിട ഏജന്റുമാരിലേക്കും അന്താരാഷ്ട്ര ലഹരി റാക്കറ്റിന്റെ തലവന്മാരിലേക്കും അവർക്ക് പണമെറിഞ്ഞു കൊടുക്കുന്ന കറുത്ത ശക്തികളിലേക്കും തന്നെ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും ഇപ്പോൾ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. നമ്മളിതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. മുൻകാല ഭരണ സംവിധാനങ്ങളുടെ കീഴിൽ ഇത്തരം ലഹരി വിരുദ്ധ പദ്ധതികൾ കൃത്യമായ നിരീക്ഷണവും ഏകോപനവും ഇല്ലാതെ പാതി വഴിയിൽ വഴിമുട്ടി പോവുകയായിരുന്നു പതിവുണ്ടായിരുന്നത്. അന്ന് പിടിക്കപ്പെടുന്ന ചെറിയ കണ്ണികളിൽ മാത്രം അന്വേഷണം ഒതുങ്ങിപ്പോയത് ലഹരി സംഘങ്ങൾക്ക് സംസ്ഥാനത്ത് ആഴത്തിൽ വേരുറപ്പിക്കാൻ വലിയ രീതിയിൽ സഹായകരമായി മാറുകയുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉയർന്നു വന്ന ഈ ശക്തമായ വിമർശനങ്ങൾ കൃത്യമായി കണക്കിലെടുത്താണ് പുതിയ ആഭ്യന്തരമന്ത്രിയുടെ നേരിട്ടുള്ള നേതൃത്വത്തിൽ ഈ വൻ പൊളിച്ചെഴുത്തിപ്പോൾ ആഭ്യന്തരമായി അടിയന്തരമായി തന്നെ നടപ്പാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനങ്ങളോ മറ്റ് ബാഹ്യ ഇടപെടലുകളോ ലഹരി വേട്ടയെ ഒട്ടും ബാധിക്കില്ലെന്ന ശക്തമായ നിലപാടോടെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ഭാഗമായി വിദ്യാലയങ്ങളും കലാലയങ്ങളും കേന്ദ്രീകരിച്ച് യുവതലമുറയെ ലക്ഷ്യമിട്ട് വിൽപ്പന നടത്തുന്ന സംഘങ്ങളെ കയ്യോടെ പിടികൂടാൻ പോലീസിന്റെ പ്രത്യേക അന്വേഷണ വിഭാഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. മുമ്പ് രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി പോലീസ് സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തിരുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ക്രമസമാധാന പാലനത്തിലും സാമൂഹ്യ തിന്മകൾക്കുമെതിരെയുള്ള ശക്തമായ ആയുധമായി പോലീസിനെ മാറ്റാൻ കഴിഞ്ഞത് പൊതുസമൂഹത്തിൽ നിന്നും വലിയ തോതിലുള്ള കയ്യടിയാണ് സർക്കാരിനും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനും നേടിക്കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കാണാതെ പോകരുത് ചില കാര്യങ്ങൾ. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ണ് വെട്ടിച്ച് രക്ഷപ്പെടാനായിട്ട് ലഹരി മാഫിയകൾ പുതിയതും അങ്ങേയറ്റം അപകടകരവുമായിട്ടുള്ള തന്ത്രങ്ങളാണ് നിലവിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസ് തങ്ങളുടെ ഒളിത്താവളങ്ങളും വീടുകളും വളയുന്ന സമയം കൊണ്ട് പ്രതികൾ സുരക്ഷിതമായി ഓടി രക്ഷപ്പെടാനുള്ള സാവകാശം ഒരുക്കുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അക്രമ സ്വഭാവത്തിന് പേരുകെട്ട വലിയ ഇനം വേട്ടനായ്ക്കളെയാണ് ഇപ്പോൾ ഇവർ കാവലിനായി ഉപയോഗിക്കുന്നത്. രാജപാളയം, കന്നി, ചിപ്പിപ്പാറ തുടങ്ങിയ തദ്ദേശീയ ഇനങ്ങൾ മുതൽ പിറ്റ്ബുള്ള്, റോഡ് വീലർ, അതുപോലെ തന്നെ ബെൽജിയൻ മൽനോയ്സ്, ജർമ്മൻ ഷെപ്പേർഡ് തുടങ്ങിയ വിദേശ ഇനങ്ങളിലുള്ള 10-20 നായ്ക്കളെയാണ് റെയ്ഡ് സമയങ്ങളിൽ പോലീസ് നിര ഇവർ ക്രൂരമായി അഴിച്ചുവിടുന്നത്. തമിഴ്നാട്ടിലെ കാട്ടുഗ്രാമങ്ങളിൽ വേട്ടനായ്ക്കൾ നൽകുന്നതിന് സമാനമായ കഠിനമായ പരിശീലനങ്ങളാണ് ഈ ലഹരി മാഫിയകൾ തങ്ങളുടെ വളർത്തുനായക്ക് നൽകുന്നത് എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത്. കുതിച്ചു പായുന്ന ഇരുചക്ര വാഹനങ്ങളിൽ മാംസകഷ്ണങ്ങൾ കെട്ടിത്തൂക്കി അതിന് പിന്നാലെ ഓടാൻ പഠിപ്പിച്ചും പോലീസുകാരുടെ സാന്നിധ്യവും അവരുടെ ഔദ്യോഗിക യൂണിഫോമും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ആക്രമിക്കാനും ഇവയെ പ്രത്യേകം സജ്ജമാക്കുന്നു. ഇത്തരത്തിൽ 10-20 നായ്ക്കൾ ഒരേ സമയം അക്രമാസക്തരായി ചീറിയടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവനിൽ ഭയമുള്ള പോലീസുകാർക്ക് പിന്നോട്ട് മാറേണ്ടി വരികയും ഈ സമയം കൃത്യമായി ഉപയോഗിച്ച് പ്രതികൾ കൈവശമുള്ള മയക്കുമരുന്ന് നശിപ്പിക്കാനോ അല്ലെങ്കിൽ അത് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഒളിപ്പിക്കാനോ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മുമ്പ് 2023 കോട്ടയം നട്ടാശ്ശേരിയിൽ കഞ്ചാവ് വേട്ടയ്ക്കായി എത്തിയ പോലീസ് സംഘത്തിന് നേരെ പിറ്റ്ബുൾ നായ്ക്കളെ അഴിച്ചുവിട്ട് റോബിൻ ജോർജ് എന്ന പ്രതി രക്ഷപ്പെട്ടതും കഴിഞ്ഞ ദിവസം പാലക്കാട് 19-കാരൻ എക്സൈസ് സംഘത്തിന് മുന്നിലേക്ക് 20ഓളം നായ്ക്കളെ തുറന്നുവിട്ട് കടന്നു കളഞ്ഞതും ഈ പുതിയ അക്രമശൈലിയുടെ വ്യക്തമായ തെളിവുകളാണ്. സമാനമായ മറ്റൊരു സംഭവം കഴിഞ്ഞ ദിവസം രാത്രി കോട്ടയം ജില്ലയിലെ പായിപ്പാട് പള്ളിക്കച്ചിറയിലും അരങ്ങേറുകയുണ്ടായി. പ്രമുഖ ലഹരി വിതരണക്കാരനായ ഇളപ്പുങ്കൽ പുതുപ്പറമ്പിൽ സൽമാൻ ഖാൻ എന്ന പ്രതി പോലീസ് പരിശോധനയ്ക്കിടെ സിനിമാ സ്റ്റൈലിൽ ഓടി രക്ഷപ്പെട്ടു. ജില്ലാ പോലീസ് മേധാവിയുടെ കീഴിലുള്ള സ്പെഷ്യൽ ടീമും തൃക്കൊടിത്താനം പോലീസും രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മഫ്തിയിലാണ് പ്രതിയുടെ വീട് വളഞ്ഞത്. എന്നാൽ പോലീസുകാർ വീടിന് സമീപത്തെത്തിയതോടെ പ്രതി വളർത്തുന്ന 3 വലിയ ജർമ്മൻ ഷെപ്പേർഡ് നായ്ക്കൾ കൂട്ടിലിരുന്ന് ഉച്ചത്തിൽ കുരച്ച് വലിയ ബഹളം വയ്ക്കുകയായിരുന്നു. ഈ ശബ്ദം കേട്ട് അപകടം മുന്നിൽ കണ്ട സൽമാൻ ഖാൻ വീടിന്റെ പിൻവാതിലൂടെ ഇരുട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പോലീസ് ഉദ്യോഗസ്ഥർ തൊട്ടടുത്തേക്ക് പെട്ടെന്ന് എത്തിയത് കൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രമാണ് ഇയാൾക്ക് ഈ നായ്ക്കളെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് അഴിച്ചുവിടാനുള്ള സമയവും സാഹചര്യവും ലഭിക്കാതിരുന്നത്. അല്ലാത്ത പക്ഷം വലിയൊരു അക്രമ സംഭവം അവിടെ തീർച്ചയായിട്ടും അരങ്ങേറുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം. വിവാഹത്തിന് ശേഷം കുറച്ചുകാലം ലഹരിയുടെ പാതകളിൽ നിന്നും ഇയാൾ വിട്ടുനിന്നിരുന്നതാണ്. എന്നാൽ
സൽമാൻ ഖാൻ അടുത്തിടെയാണ് വീണ്ടും ഈ രംഗത്തേക്ക് സജീവമാവുകയും ആഡംബര ജീവിതം നയിക്കാനായിട്ട് വൻതോതിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇയാളുടെ ഒളിത്താവളമായിരുന്ന വീട്ടിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ 7 ഗ്രാം MDMA പോലീസ് കണ്ടെത്തുകയും പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ ഈ പ്രതി മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. സൽമാൻ ഖാന്റെ വീട്ടിലേക്ക് പോലീസിനെ നയിച്ചതും ഇയാളുടെ മയക്കുമരുന്ന് ശേഖരത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകിയതും ഇയാളുടെ അടുത്ത സുഹൃത്തും ലഹരി ശൃംഖലയിലെ പ്രധാന കണ്ണിയുമായ സജിത്ത് സജയൻ എന്ന യുവാവ് പിടിയിലായതോടെയാണ്. പായിപ്പാട് പള്ളിക്കത്തോട് കറകൊറ്റയിൽ വീട്ടിൽ സജിത്ത് സജയനെ തൃക്കൊടുത്താനം പോലീസ് കുന്നംപള്ളി ഭാഗത്ത് നിന്ന് നടത്തിയ ലഹരി വിരുദ്ധ വാഹന പരിശോധനയ്ക്കിടയിലാണ് ബൈക്കിൽ കടത്തുകയായിരുന്ന MDMAയുമായി കയ്യോടെ പിടികൂടിയത്. ചോദ്യം ചെയ്യലിൽ ഇയാളിൽ നിന്ന് ലഭിച്ച നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സൽമാൻ ഖാന്റെ വീട്ടിലേക്ക് റെയ്ഡിനായി തിരിഞ്ഞത്. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതോടെ പോലീസ് സ്വീകരിക്കുന്ന പ്രത്യേക തന്ത്രമാണ് ഈ ശൃംഖല തകർക്കുന്നതിലെ വലിയ വിജയത്തിന് പിന്നിൽ. അതായത് ഏതെങ്കിലും ഒരു സാധാരണ കാരിയർ മയക്കുമരുന്നുമായി പിടിയിലായാൽ ഉടനടി അയാളെ വിശദമായി ചോദ്യം ചെയ്ത് കൂട്ടത്തിലുള്ള മറ്റുള്ളവരുടെ വിവരങ്ങളും ഫോൺ രേഖകളും പോലീസ് ശാസ്ത്രീയമായി ശേഖരിക്കുന്നു. തുടർന്ന് ആ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഒന്നിന് പിറകെ ഒന്നായി ചങ്ങല പോലെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മുഴുവൻ ലഹരി സംഘങ്ങളെയും ഒരേ സമയം വളഞ്ഞു പിടിക്കുന്ന രീതിയാണ് പോലീസ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. മയക്കുമരുന്ന് മാഫിയയുടെ തലപ്പത്തിരിക്കുന്ന വൻ തോക്കുകളാണ് തങ്ങളുടെ വിതരണക്കാർക്ക് പോലീസിനെ പ്രതിരോധിക്കാനായി ഇത്തരം വില കൂടിയതും അക്രമാസക്തവുമായ നായ്ക്കളെ വാങ്ങി നൽകുന്നതും അവയെ പരിശീലിപ്പിക്കുന്നു എന്നുള്ള ഗുരുതരമായ വിവരങ്ങളും ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ ലഭ്യമായിട്ടുമുണ്ട്. മയക്കുമരുന്ന് കേസുകളിൽ പിടിക്കപ്പെടുന്നവരിൽ ബഹുഭൂരിപക്ഷം പേർക്കും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമുണ്ടെന്ന വാർത്തകൾ പുറത്തു വരുന്നത് കേരള രാഷ്ട്രീയത്തിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ ചർച്ചയാക്കിയാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഏറ്റവും വലിയ MDMA വേട്ടകളിൽ DYFI തൃക്കൊടുത്താനം മേഖലാ കമ്മിറ്റി അംഗമായിരുന്ന ജയന്ത് ചീരഞ്ചിറ, അതുപോലെ തന്നെ പുതുപ്പറമ്പിൽ സനൂപ് ഷാജി തുടങ്ങിയ പ്രമുഖ പാർട്ടി പ്രവർത്തകർ പിടിയിലായത് ഭരണപക്ഷത്തെയും അതിൻ്റെ യുവജന സംഘടനകളെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ആലോചിക്കണം, പ്രതിപക്ഷമാണ് ഇപ്പോൾ CPM എന്ന് പറയുന്നത്. ഈ CPMൻ്റെ യുവജനതയാണ് അല്ലെങ്കിൽ യുവ സംഘടനകളാണ് ഇപ്പോൾ അതിലെ അംഗങ്ങൾക്കാണ് ഇപ്പോൾ പലപ്പോഴും പിടിയിലാകുന്നതെന്ന് കൂടി ആലോചിക്കണം. മറ്റൊന്ന്, ഇതുപോലെ തന്നെ കോൺഗ്രസിനെയും UDFിനെയും യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ പ്രവർത്തകരും പിടിയിലാകുന്നുണ്ട്. തങ്ങളുടെ പാർട്ടി ബന്ധങ്ങൾ ഉപയോഗിച്ച് മുൻകാലങ്ങളിൽ പോലീസിൽ നിന്ന് ലഭിച്ചിരുന്ന അനുകൂല നിലപാടുകൾ ഭരണമാറ്റത്തോടെയും പുതിയ ആഭ്യന്തരമന്ത്രിയുടെ കർശനമായ നിലപാടുകളോടെയും ഇല്ലാതായി എന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ ഈ ലഹരി സംഘങ്ങൾക്കുള്ളത്. എന്തായാലും കുടുങ്ങുമെന്ന് ഉറപ്പായതോടെ പല പ്രതികളും തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ലോക്ക് ചെയ്യാനും പാർട്ടിയുമായി പ്രമുഖ നേതാക്കളുമായുള്ള ചിത്രങ്ങളും പോസ്റ്ററുകളും ഒക്കെ അടിയന്തരമായി നീക്കം ചെയ്ത അക്കൗണ്ടുകൾ ക്ലിയർ ചെയ്യാനും ഇപ്പോൾ വലിയ തരത്തിൽ തിടുക്കം കാട്ടി. അതായത് അക്കൗണ്ടിലുള്ള പാർട്ടി ബന്ധമുള്ള ഫോട്ടോകൾ, പ്രമുഖ നേതാക്കളുമായുള്ള ചിത്രങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ ഇവർ തുടങ്ങിയിട്ടുമുണ്ട്. ഇതിനു പുറമെ മുമ്പ് പല ക്രിമിനൽ കേസുകളിലും പ്രതികളായിട്ടുള്ള ഉൾപ്പെട്ടിട്ടുള്ള ജയന്തിനെ പോലെയുള്ള പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് പാർട്ടിയിൽ ഔദ്യോഗിക ഭാരവാഹിത്വമുള്ള പ്രമുഖ അഭിഭാഷകരാണെന്ന വസ്തുതയും പൊതുജനങ്ങൾക്കിടയിൽ ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് കാരണമായി മാറുന്നുമുണ്ട്. എങ്കിൽ പോലും ആരായാലും ലഹരിക്കടത്തിൽ ഉൾപ്പെട്ടാൽ അവരുടെ രാഷ്ട്രീയം നോക്കാതെ കർശന നടപടി സ്വീകരിക്കുമെന്ന ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയുടെ പ്രഖ്യാപനം പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഒരേ സമയം വിവിധ ജില്ലകളിൽ നടത്തിയ മിന്നൽ പരിശോധനകളിൽ കഴിഞ്ഞ ദിവസം മാത്രമായി 109 പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 131 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കേവലം പുരുഷന്മാർ മാത്രമല്ല വലിയ അളവിൽ മയക്കുമരുന്നുകൾ ഒളിപ്പിച്ച് കടത്തുന്നതായി ലഹരി സംഘങ്ങൾ സ്ത്രീകളെ വ്യാപകമായി കാരിയറായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വാർത്തകളും വസ്തുതകളും ഇപ്പോൾ ഈ പരിശോധനയിൽ വ്യക്തമാകുന്നുണ്ട്. അതായത് കേവലം പുരുഷന്മാരോ അതുപോലെ ചെക്കന്മാരോ മാത്രമല്ല പിടിയിലാകുന്നത്, ഇതിൽ വ്യാപകമായി യുവതികളും സ്ത്രീകളും അടക്കമുള്ളവർ പിടിയിലാകുന്നുണ്ട്. ഇന്ന് 42 വയസ്സുകാരിയായ യുവതിയുടെ കയ്യിൽ നിന്നും 4.5 കിലോ MDMAയുമായി പിടിയിലാകുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നു. അത് ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് ആണെന്ന് കൂടി ആലോചിക്കണം. തലസ്ഥാന നഗരിയുടെ വിവിധ ഭാഗങ്ങളിലായി വർക്കല, കാട്ടാക്കട, കഴക്കൂട്ടം, അതുപോലെ നെയ്യാറ്റിങ്കര അടക്കമുള്ളവിടങ്ങളിൽ നിന്നും വൻതോതിൽ, പാറശാല അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വൻതോതിൽ ലഹരി മരുന്നുകളുമായി നിരവധി യുവാക്കളെയാണ് ഡാൻസ് ഓഫ് സംഘം പൊക്കിയിട്ടുള്ളത്. ഇതിൽ കഴക്കൂട്ടത്ത് നിന്ന് 7 കിലോഗ്രാം MDMAയായി പിടിയിലായ ഷാരോൺ ഒരു സ്ഥിരം ലഹരി വ്യാപാരിയാണ്. അതുപോലെ കാട്ടാക്കടയിൽ പോലീസ് കൈകാണിച്ചിട്ടും വാഹനം നിർത്താതെ പോയ അജിത്ത് എന്നയാളെ പിന്തുടർന്ന് പിടികൂടുകയുമുണ്ടായി. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാകട്ടെ മയക്കുമരുന്നിനൊപ്പം തന്നെ അനധികൃതമായി സൂക്ഷിച്ച തോക്കുകളും മാരകായുധങ്ങളും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മുമ്പ് പെരുമ്പാവൂർ പോലെയുള്ള മേഖലകളിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നടന്ന ലഹരി വിൽപ്പനയ്ക്ക് നേരെ പോലീസ് പേരിന് മാത്രം പരിശോധന നടത്തി മടങ്ങിയിരുന്ന സ്ഥാനത്ത് ഇന്നാകട്ടെ വിവരങ്ങൾ ഒട്ടും ചോർന്നു പോകാതെ അതിശക്തമായ റെയ്ഡുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പെരുമ്പാവൂർ റെയിലിൽ പിടികൂടി നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന പ്രതികളെ മണിക്കൂറുകൾക്കകം ഇറക്കാൻ വേണ്ടി എത്തുന്നത് ഉന്നത അഭിഭാഷകരാണ് എന്നുള്ളത് കൂടി ആലോചിക്കണം. മറ്റൊന്ന്, ലഭിക്കുന്ന ലഹരി പദാർത്ഥത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുമ്പോൾ അത്
നിയമത്തിലെ ലൂപ്പ് ഹോളിൽ ഇവർക്ക് ജാമ്യം ലഭിക്കാൻ കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ ജാമ്യത്തിൽ ഇറക്കാൻ നിരവധി പേർ എത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിടിച്ച് മണിക്കൂറുകൾക്കകം ഇവർ പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. നമുക്കറിയാം, ഉണ്ണി മുകുന്ദൻ വീഡിയോ സഹിതം പോലീസിന് കൈമാറിയ അതിലെ പ്രതികളടക്കമുള്ളവർ മണിക്കൂറുകൾക്കകം പുറത്തിറങ്ങി വീണ്ടും അതേ ബിസിനസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുള്ള സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിന് ആരാണ് നിൽക്കുന്നതെന്ന് കൂടി ആലോചിക്കണം. ഇവിടെ അവരെ പുറത്തിറക്കാനായി നിരവധി പേരാണ് ക്യൂ നിൽക്കുന്നതെന്ന് കൂടി ആ യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജനങ്ങളെയും വിവിധ പ്രാദേശിക സംഘടനകളുടെയും പൂർണ്ണ പിന്തുണയോടെയും വിവരശേഖരണത്തോടെയും മുന്നേറുന്ന ഈ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി ലഹരി വിപത്തിനെ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിന് വരെ വീര്യം ചോരാതെ മുന്നോട്ട് പോകാനാണ് പൊതുസമൂഹവും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, രാജ്യാന്തര തലത്തിലുള്ള വലിയ ക്രിമിനൽ ശൃംഖലയുള്ള മാതൃകയിലാണ് കേരളത്തിലെ ലഹരി മാഫിയകളും ഇപ്പോൾ വളർന്ന് പന്തലിച്ചിരിക്കുന്നത്. പോലീസിനെ ആക്രമിക്കാൻ ക്രൂരമൃഗങ്ങളെ ഉപയോഗിക്കുന്ന ഈ അപകടകരമായ നീക്കം കേവലം ഒരു താൽക്കാലിക പ്രതിരോധമല്ല, മറിച്ച് നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കാനുള്ള ആസൂത്രിത നീക്കം കൂടിയാണ്. എന്നാൽ ഓപ്പറേഷൻ തൂഫാൻ ലഹരിയുടെ വേരുകൾ അറുക്കാൻ തുടങ്ങിയതോടെ പ്രതികൾ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ തണലുകൾ നഷ്ടപ്പെടുന്ന ലഹരി സംഘങ്ങൾ തങ്ങളുടെ തെളിവുകൾ നശിപ്പിക്കാൻ പരക്കം പായുമ്പോൾ ഈ യുദ്ധം അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും. ലഹരി വിരുദ്ധമായ അല്ലെങ്കിൽ ലഹരി മുക്തമായ ഒരു നാളേക്കായി ഗവൺമെൻറ്റും പൊതുസമൂഹവും ഒരേ മനസ്സോടെ നടത്തുന്ന പോരാട്ടത്തിൻ്റെ അടുത്ത നിർണായക നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാനും കഴിയും. ഇതിൽ ആരൊക്കെ പിടിയിലാകുമെന്നും ഇനി അറിയാനിരിക്കുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. കാരണം ഇതിൽ സെറ്റിൽമെൻറ്റ് നിൽക്കാതെ ആഭ്യന്തര വകുപ്പ് കൃത്യമായി ഇടപെട്ടാൽ പല പ്രമുഖരും ഇതിൽ അഴിക്കുള്ളിലാകുമെന്ന കാര്യമുണ്ടാകും. അത് സിനിമയോ രാഷ്ട്രീയമോ സാമൂഹ്യമോ സാംസ്കാരികമായ ഏത് തലത്തിലുള്ളവരായിരുന്നാലും അവരെന്നും മുഖം നോക്കാതെ നടപടിയെടുത്താൽ പലരും അഴിക്കുള്ളിലാകുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അതിന് ആഭ്യന്തര വകുപ്പ് വിട്ടുവീഴ്ചകൾ ചെയ്യാതിരുന്നാൽ മാത്രമേ അത് നമുക്ക് കാണാനും കഴിയുകയുള്ളൂ.